ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നത് കോളിഫ്ലവർ പൊരിക്കുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് ഇവിടെ വന്നത്. അതിനായി ഞാനിത് കോളിഫ്ലവർ കട്ട് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ എടുത്ത് വെച്ചതായത്. ഇതിൻ്റെ ഉള്ളിലുള്ള അഴുക്കെല്ലാം പോകാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലോണം അത് പുഴുങ്ങിയെടുക്കണം. അതിന് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കാം. ഇതൊന്ന് ഈ വെള്ളം തിളച്ച് വന്നാൽ നമുക്ക് ഈ കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. ഈ തിളച്ച് വരുന്ന സമയം കൊണ്ട് ഇതിൻ്റെ കൂട്ട് നമുക്ക് റെഡിയാക്കാം. പൊരിക്കാനുള്ള കൂട്ടൊന്ന് റെഡിയാക്കാം. അതിന് ആദ്യം ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണ് മല്ലിപ്പൊടി, ഒരു സ്പൂണ് മുളക് പൊടി, ഒരു ചെറിയൊരു സ്പൂണ് ഗരം മസാലപ്പൊടി, അതാ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കുക. കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളക്, ഒരു നാരങ്ങൻ്റെ ചെറുനാരങ്ങൻ്റെ നീര്, സോസ് ഉണ്ടെങ്കിൽ സോസ് ഇട്ട് കൊടുക്കാം. ഒരു 2-3 സ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 2 സ്പൂണ് കോളിഫ്ലവർ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് കോളിഫ്ലവർ മുക്കി പൊരിക്കാനായിട്ടുള്ള ആ അയവിൽ നമുക്കൊന്ന് ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കും. കുറച്ചും കൂടി തിരിഞ്ഞ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. തിരിഞ്ഞ് കൊടുക്കുന്നത് അങ്ങനെയല്ല. അപ്പം നമ്മൾ കോളിഫ്ലവർ ചുടുവെള്ളത്തിൽ നല്ല പതക്കുന്ന വെള്ളത്തിൽ 2 മിനിറ്റ് ഒന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ അതിനുള്ള വെള്ളം ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇതിലേക്ക് എടുത്ത് വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇതൊന്ന് നല്ലോണം തിളപ്പിക്കണം. ഇതിലുള്ള എന്തെങ്കിലും കോളിഫ്ലവറിൽ എന്തെങ്കിലും അഴുക്കെല്ലാം ഇതിൽ തന്നെ അങ്ങ് പോകും. നമുക്കിത് 2 മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ കോളിഫ്ലവർ ഇവിടെ ഞാൻ വേവിച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് വേവിച്ച് ഇവിടെ വെച്ചിട്ട്
അപ്പോൾ ഇതിനിപ്പോൾ നമുക്ക് ഈ മസാലയിലിട്ട് പൊരിച്ചെടുക്കാം. അങ്ങനെ ഇതിൽ മുക്കാം. തീ ഒന്ന് നല്ലോണം നല്ല ചൂടിലൊക്കെ എന്നിട്ട് ഇതിട്ട് വെക്കാം. അപ്പോൾ തീയിലിട്ടത് എണ്ണയിലിട്ടതിന് ശേഷം ഒന്ന് സിമ്മാക്കാം തീ. അടുത്ത ഇതേപോലെ തന്നെ എണ്ണയെ തിരിച്ചിട്ടു. കോളിഫ്ലവർ ഇതാ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിത് കോരിയെടുക്കട്ടെ. ഇതിലേക്ക് നമുക്ക് കരിവേപ്പിലയൊന്ന് പൊരിച്ചിട്ടെടുക്കാം. കോളിഫ്ലവർ തന്നെ ക്രിസ്പി കോളിഫ്ലവർ ഇതാ പൊരിച്ച് കഴിഞ്ഞ് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കാം. ഇതുപോലെ ചെയ്യാം. കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ടും കാണാം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിന് അസ്സലാമു അലൈക്കും.